ലോക ക്രിക്കറ്റിലെ നിരവധി അപൂർവ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പുതിയ ചരിത്ര നേട്ടം അടയാളപ്പെടുത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ ഈ 36-കാരൻ T20 ക്രിക്കറ്റിൽ 13,000 റൺസ് ഇന്നലത്തെ മത്സരത്തോടെ തികച്ചിരിക്കുകയാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് കോഹ്ലി. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയാണ് കോഹ്ലി ഈ നാഴികക്കല്ല് താണ്ടിയത്. T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 13,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമനെന്ന റെക്കോർഡിനും ആദ്യ ഏഷ്യൻ താരമെന്ന റെക്കോർഡിനും കോഹ്ലി അർഹനായിട്ടുണ്ട്. ക്രിസ് ഗെയിലിന്റെ വമ്പൻ റെക്കോർഡ് കോഹ്ലിക്ക് കഷ്ടിച്ച് നഷ്ടമായി. 386 ഇന്നിംഗ്സുകളിൽ നിന്നാണ് കോഹ്ലി ഈ നാഴികക്കല്ല് പിന്നിട്ടത്. ഏറ്റവും വേഗത്തിൽ 13,000 റൺസ് നേടിയ ക്രിസ് ഗെയിലിന്റെ ലോക റെക്കോർഡ് 381 ഇന്നിംഗ്സുകളിലാണ്. ക്രിസ് ഗെയിൽ ആകെ 14,562 റൺസ് നേടിയിട്ടുണ്ട്. ഷുഐബ് മാലിക്കിന്റെ എക്കാലത്തെയും ഏഷ്യൻ റെക്കോർഡും കോഹ്ലി തകർത്തു. 487 ഇന്നിംഗ്സുകളിൽ ഈ നാഴികക്കല്ല് താണ്ടിയ ഷുഐബ് മാലിക് ആകെ 13,637 റൺസ് നേടിയിട്ടുണ്ട്. മത്സരത്തിനിറങ്ങുമ്പോൾ ചരിത്ര നേട്ടം കൈവരിക്കാൻ കോഹ്ലിക്ക് 17 റൺസാണ് വേണ്ടി വന്നിരുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച RCBക്ക് വേണ്ടി ഓപ്പണറായി എത്തിയ കോഹ്ലി 42 പന്തിൽ 67 റൺസ് എടുത്ത് പുറത്തായി. 2 സിക്സറുകളും 8 ബൗണ്ടറികളും പായിച്ചു. 2020 ക്രിക്കറ്റിൽ 13,000 റൺസ് നേടുന്ന അഞ്ചാമത്തെ ബാറ്റ്സ്മാനാണ് കോഹ്ലി. 14,562 റൺസുമായി ക്രിസ് ഗെയിൽ, 13,610 റൺസുമായി അലക്സ് ഹെയിൽസ്, 13,557 റൺസുമായി ഷുഐബ് മാലിക്, 13,537 റൺസുമായി കിറോൺ പൊള്ളാർഡ് എന്നിവരാണ് മുൻഗാമികൾ. ഇന്ത്യക്കാരിൽ കോഹ്ലി ഒഴികെ ആരും 12,000 T20 റൺസ് കടന്നിട്ടില്ല. കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ രോഹിത് ശർമ്മയാണ്. 11,851 റൺസാണ് രോഹിത് നേടിയിരിക്കുന്നത്. IPLൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് കോഹ്ലിയുടെ പേരിലാണ്. ലീഗിൽ 8,000 റൺസിൽ കൂടുതൽ നേടിയ ഏക കളിക്കാരനുമാണ്. ഒരു ടീമിനായി കൂടുതൽ റൺസ് നേടിയ താരവും കോഹ്ലി തന്നെ. ഇന്ത്യക്ക് 2024 T20 ലോകകപ്പ് സമ്മാനിച്ച ശേഷം അന്താരാഷ്ട്ര T20 ഫോർമാറ്റിനോട് കോഹ്ലി വിട ചൊല്ലിയിരുന്നു. അന്താരാഷ്ട്ര T20യിൽ 48.69 എന്ന അതിശയകരമായ ശരാശരിയിൽ 4,188 റൺസ് നേടിയിട്ടുണ്ട് കോഹ്ലി. 125 മത്സരങ്ങളിൽ നിന്ന് 48.69 ശരാശരിയിലും 137.04 സ്ട്രൈക്ക് റേറ്റിലും 4,188 റൺസ് നേടിയാണ് കോഹ്ലി തന്റെ ഇന്ത്യക്ക് വേണ്ടിയുള്ള T20 കരിയർ അവസാനിപ്പിച്ചത്. സീസണിലെ തന്റെ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറി നേടിയാണ് കോഹ്ലി ഇന്നലെ കളം വിട്ടതും. റോയൽ ചലഞ്ചേഴ്സിനെതിരായ മുംബൈ ഇന്ത്യൻസിന്റെ IPL 2025 ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിൽ മുൻ നായകൻ രോഹിത് ശർമ്മ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് കാരണം പുറത്തിരുന്ന രോഹിത് കഴിഞ്ഞ ദിവസം കളിക്കുമെന്ന് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. രോഹിത് ശർമ്മയെ ഇമ്പാക്ട് സബ്ബായി കളിപ്പിക്കാനാണ് മുംബൈ ഇന്ത്യൻസിന്റെയും ഹർദിക്കിന്റെയും തീരുമാനം വന്നിരുന്നത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ഹർദിക് പാണ്ഡ്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. RCBക്ക് വേണ്ടി ഫിലിപ്പ് സാൾട്ടും വിരാട് കോഹ്ലിയുമാണ് ഓപ്പണറായി ക്രീസിലെത്തിയത്. LSGക്കെതിരായ മുംബൈയുടെ അവസാന മത്സരത്തിലും രോഹിത് ശർമ്മ പരിക്ക് മൂലം കളിച്ചിരുന്നില്ല. ജസ്പ്രീത് ബുംറയും രോഹിത്തും കളിക്കാനെത്തുമെന്ന് ഹർദിക് അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ആദ്യമായി ബുംറ ഒരു മത്സരത്തിൽ പന്തെറിയുക കൂടിയായിരുന്നു ഇന്നലെ നടന്ന കളിയിൽ. ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹർ എന്നിവരാണ് ആദ്യ ഓവറുകൾ എറിഞ്ഞത്. ശേഷം ബുംറയും പന്തെറിഞ്ഞു. ആദ്യ ഓവറിൽ ബുംറ 10 റൺസ് വിട്ടുകൊടുത്തു. വിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 120 പന്തിൽ 222 റൺസ് വിജയലക്ഷ്യവുമായി ചേസിംഗ് നടത്തിയ മുംബൈക്ക് ആവശ്യമായ റൺ റേറ്റ് നിലനിർത്താൻ കഴിയാതെ പോയി. ആറാമനായി എത്തിയ ഹർദിക് പാണ്ഡ്യ കിടിലൻ ബാറ്റിംഗ് കാഴ്ചവെച്ചെങ്കിലും മുംബൈക്ക് പിടിച്ചു നിൽക്കാനായില്ല. IPL ചരിത്രത്തിൽ മുംബൈയും ബംഗളൂരുവും തമ്മിൽ ഇതുവരെ 34 തവണയാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. 19 മത്സരങ്ങളിൽ മുംബൈ വിജയിച്ചപ്പോൾ 15 എണ്ണത്തിലാണ് RCBക്ക് വിജയിക്കാനായത്. എന്നാൽ അവസാന 7 മത്സരത്തിൽ 4 എണ്ണത്തിൽ ജയം ബംഗളൂരുവിനായിരുന്നു.